ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്ന ഇൻ്റഗ്രൽസ് ഓഫ് അൺബൗണ്ടഡ് ഫങ്ഷൻസിലെ കുറച്ച് പ്രോബ്ലംസാണ്. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റ് ദി കൺവേർജൻസ് ഓഫ് ഇൻ്റഗ്രൽ 0 to 3 1/x-1 all raised to 2/3 dx. ഇവിടെ ഞാൻ പ്രോബ്ലം 2 എന്നാണ് കൊടുത്തത്. പ്രോബ്ലംസ് 1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇൻ്റഗ്രൽസ് ഓഫ് അൺബൗണ്ടഡ് ഫങ്ഷൻസ് എന്താണെന്ന് പറഞ്ഞപ്പോൾ. സോ ഈ ഒരു ഇൻ്റഗ്രൽ കൺവേർജ് ആണോ ഡൈവേർജ് ആണോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റഗ്രൽസ് 0 മുതൽ 3 വരെയാണ്, രണ്ട് വാല്യൂസും ഫൈനൈറ്റ് ആണ്. ഇവിടെ ഇൻ്റഗ്രൽസ് ഓഫ് അൺബൗണ്ടഡ് ഫങ്ഷൻസ് ആണ് വരുന്നത്. എവിടെയാണ് ഫങ്ഷൻ അൺബൗണ്ടഡ് വരുന്നത്? ദാറ്റ് മീൻസ് ഇവിടെ ഇൻ്റഗ്രൻ്റ് ഡിനോമിനേറ്റർ എപ്പോഴാണ് 0 ആവുന്നത്? യെസ്, അറ്റ് x is equal to 1 ഡിനോമിനേറ്റർ 0 ആകുന്നുണ്ട്. സോ x is equal to 1 ഫങ്ഷൻ അൺബൗണ്ടഡ് വരുന്നത്. That means 1/x-1 all raised to 2/3 is infinite at x is equal to 1. And ബാക്കിയുള്ള പോയിൻറ്റ്സിൽ എന്താണ് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സോ നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-3നെ രണ്ടായിട്ട് ഇവിടെ പാർട്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ ഇൻ്റർവൽ ഏതൊക്കെയായിട്ട്, അതായത് നമ്മുടെ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-3 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 0 മുതൽ 1 വരെയും 0 മുതൽ 1 വരെയും 1 മുതൽ 3 വരെയും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രലിനെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to 3 1/x-1 all raised to 2/3 dx. ഇവിടെ ഫംഗ്ഷൻ അൺബൗണ്ടഡ് വരുന്നത് ഇൻറ്റീരിയർ പോയിന്റിലാണ്. നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റർവലിൻ്റെ ഇൻറ്റീരിയർ പോയിന്റിലാണ് അൺബൗണ്ടഡ് വരുന്നത്. സോ ഇതിനെ നമ്മൾ ഈ ഇൻ്റഗ്രലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ 0 to 1 1/x-1 all raised to 2/3 dx പ്ലസ് ഇൻ്റഗ്രൽ 1 to 3 1/x-1 all raised to 2/3 dx. ഇനി ഫസ്റ്റ് ഇൻ്റഗ്രലിൽ നോക്കൂ, അപ്പർ ലിമിറ്റിലാണ് ഈ ഫംഗ്ഷൻ അൺബൗണ്ടഡ് വരുന്നത്. സെക്കൻഡ് ഇൻ്റഗ്രലിൽ ലോവർ ലിമിറ്റിലാണ് ഇൻ്റഗ്രലിൻ്റെ ലോവർ ലിമിറ്റിലാണ് ഫംഗ്ഷൻ അൺബൗണ്ടഡ് വരുന്നത്. സോ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻഡ്സ് ടു 0 പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 മൈനസ് എപ്സിലോൺ. അപ്പർ ലിമിറ്റിലായതുകൊണ്ട് ഇവിടെ 1 മൈനസ് എപ്സിലോൺ 1/x-1 all raised to 2/3 dx പ്ലസ് ഇവിടെ നമ്മൾ ഓൾറെഡി എപ്സിലോൺ കൊടുത്തത് കൊണ്ട് ഇവിടെ നമുക്ക് ലിമിറ്റിൽ ഡെൽറ്റ അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 പ്ലസ് ഇൻ്റഗ്രൽ ഇവിടെ ലോവർ ലിമിറ്റിലാണ് വരുന്നത്. ദർഫോർ ലോവർ ലിമിറ്റിലാണ് ഫംഗ്ഷൻ അൺബൗണ്ടഡ് വരുന്നത്. ദർഫോർ നമുക്കിവിടെ എങ്ങനെ എഴുതാം? 1 പ്ലസ് ഡെൽറ്റ ടു 3 1/x-1 all raised to 2/3 dx. ദെൻ ഇതിന് രണ്ടിടത്തിലും നമ്മുടെ ഇൻ്റഗ്രൻ്റ് സെയിം തന്നെയാണ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 1/x-1 all raised to 2/3 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x-1 all raised to -2/3 നോക്കി എഴുതാം. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻഡ്സ് ടു 0 പ്ലസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x-1 all raised to 2/3 -1 ഡിവൈഡഡ് ബൈ 2/3 -1 0 to 1 മൈനസ് എപ്സിലോൺ. ഇവിടെയും സിമിലർ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 പ്ലസ് x-1 all raised to 2/3 -1 ഡിവൈഡ് -2/3 അല്ലേ ഇവിടെ വരിക? -2/3 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ മൈനസ് ആണോ പ്ലസ് ആണ് വരിക? പ്ലസ് ആണ് വരിക കേട്ടോ. -2/3 + 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? 2/3 + 1 1 പ്ലസ് ഡെൽറ്റ ടു 3. ഓക്കെ, അപ്പോൾ -2/3 + 1 അതെന്തായിട്ട് മാറും? -2/3 + 1 എന്നുള്ളത് 1/3 ആകും. അതുപോലെ ഇവിടെയും -2/3 + 1 ആണ്. ഡിനോമിനേറ്ററിൽ ഇവിടെ രണ്ട് സ്ഥലത്തും -2/3 ആണ് വരിക.
അതായത് ഇവിടെ 1/(x-1) ഓൾ റേസ് ടു 2/3 അല്ലേ, അതിന് നമുക്ക് എങ്ങനെ എഴുതാം, (x-1) ഓൾ റേസ് ടു -2/3 എന്നാക്കി എഴുതാം. അതിനെയാണ് നമ്മൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത്. സോ ഇവിടെയും മൈനസ് ഉണ്ടാവും, അതുപോലെ ഇവിടെയും മൈനസ് വരും. സിമിലർ ഇൻ ദി കേസ് ഓഫ് ദിസ് പ്ലേസ്. സോ -2/3 + 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/3 ആണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, വിച്ച് ഈസ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഡിനോമിനേറ്ററിൽ 1/1/3 വന്നു. അപ്പോൾ അതിനെങ്ങനെ എഴുതാം, 3 ഇൻറ്റു (x-1) ഓൾ റേസ് ടു 1/3. ലിമിറ്റ് 0 മുതൽ 1 - എപ്സിലോൺ വരെ. സിമിലർലി ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 പ്ലസ് 3 ഇൻറ്റു (x-1) ഓൾ റേസ് ടു 1/3, 1 പ്ലസ് ഡെൽറ്റ ടു 3. ദെൻ ഇനി എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എന്താ വരിക, 3 ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 1 - എപ്സിലോൺ ആണ്. അത് എക്സിന് കൊടുക്കുമ്പോൾ 1ഉം ഈ -1ഉം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ ഉണ്ടാവുള്ളൂ, -എപ്സിലോൺ. അപ്പോൾ -എപ്സിലോൺ ഓൾ റേസ് ടു 1/3 മൈനസ് എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും, 3 ഇൻറ്റു -1 ഓൾ റേസ് ടു 1/3 പ്ലസ് ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 പ്ലസ് ഇവിടെ അപ്പർ ലിമിറ്റിൽ 3 ആണ്. അപ്പോൾ എക്സിന് 3 കൊടുക്കുമ്പോൾ 3 - 1 വിച്ച് ഈസ് 2. അപ്പോൾ 2 റേസ് ടു 1/3 എന്ന് കിട്ടും. ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പോൾ 3 ഇൻറ്റു 2 റേസ് ടു 1/3. ഇതാണ് അപ്പർ ലിമിറ്റായ 3 കൊടുക്കുമ്പോൾ കിട്ടുന്നത്. മൈനസ് ഇവിടെ ലോവർ ലിമിറ്റ് 1 പ്ലസ് ഡെൽറ്റയാണ്. ഇത് 8 അല്ല കേട്ടോ, ഡെൽറ്റയാണ്, സ്മോൾ ഡെൽറ്റ. അപ്പോൾ ഇവിടെ എക്സിന് 1 പ്ലസ് ഡെൽറ്റ കൊടുക്കുമ്പോൾ എന്താവും, ആ 1ഉം ഇവിടെയുള്ള ഈ -1ഉം ക്യാൻസൽ ചെയ്തിട്ട് ഡെൽറ്റ ഉണ്ടാവും. ദാറ്റ് മീൻസ് 3 ഇൻറ്റു ഡെൽറ്റ റേസ് ടു 1/3 എന്ന് വരും. 3 ഇൻറ്റു ഡെൽറ്റ റേസ് ടു 1/3 വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ എപ്സിലോൺ ടെൻസ് ടു 0 കൊടുക്കുമ്പോൾ എന്ത് വരും, എപ്സിലോണിൻ്റെ വാല്യൂ 0. ദാറ്റ് മീൻസ് ഈ ടേംസ് കംപ്ലീറ്റ് പോകും, അത് 0 ആയിട്ട് പോകും. ദെൻ ഇവിടെ -3 ഇൻറ്റു -1 ഓൾ റേസ് ടു 1/3 ആണ്. 2 മൈനസും കൂടി എന്താകും, പ്ലസ് ആകും. ദാറ്റ് മീൻസ് 3 വരും. -1 ഓൾ റേസ് ടു 1/3 എന്ന് വെച്ചാൽ -1 വിച്ച് ഈസ് -1 ഇൻറ്റു -3 ഈസ് 3. ദെൻ ഇവിടെ നമ്മൾ ഡെൽറ്റ ടെൻസ് ടു 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയിട്ട് പോകും. പിന്നെ ബാക്കി ഈ ഒരു ടേമേ ഉള്ളൂ. ദാറ്റ് മീൻസ് 3 ഇൻറ്റു 2 റേസ് ടു 1/3 പ്ലസ് 3 ഇൻറ്റു 2 റേസ് ടു 1/3 നമുക്ക് എങ്ങനെ എഴുതാം, അതായത് √2ൻ്റെ 1/3 √2 റേസ് ടു, അതായത് 2 റേസ് ടു 1/3 ഓർ 2 റേസ് ടു 1/3 എന്താ, അല്ലെ ഈ രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതെന്താണ്, ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് അല്ലേ, ഫൈനൈറ്റ് വാല്യൂ. സോ നമ്മുടെ ഇൻ്റഗ്രൽ എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും. സോ ഇൻ്റഗ്രൽ 0 to 3 1/(x-1) ഓൾ റേസ് ടു 2/3 dx കൺവേർജസ്. ഈ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യും, കാരണം ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടിയത്. സോ ഗിവൺ ഇൻ്റഗ്രൽ ഈസ് കൺവേർജസ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം 3. Find the area of the region that lies between the curves y is equal to sec x and y is equal to tan x from x is equal to 0 to x is equal to pi/2. ഇവിടെ നേരിട്ട് നമുക്ക് ഇൻ്റഗ്രൻ്റ് തന്നിട്ടില്ല, ഇവിടെ ഒരു വേർഡ് പ്രോബ്ലം ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഈ രണ്ട് ലൈൻസിനും ഈ രണ്ട് കേഴ്സിനും ഇടയിലുള്ള റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എവിടെ മുതൽ എവിടെ വരെ, ഫ്രം x is equal to 0 to x is equal to pi/2. അപ്പോൾ രണ്ട് കേഴ്സിനിടയിലുള്ള ഏരിയ കാണാനുള്ളതൊക്കെ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചതാണ്. ഏരിയാസ് ബിറ്റ്വീൻ ദി കേർവ്സ് എന്ന് പറഞ്ഞാൽ, അതായത് f(x), g(x) എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ f(x), g(x) ഈ രണ്ട് ഫംഗ്ഷൻ്റെയും ഏരിയാസ് ഫ്രം എ ടു ബി, എയിൽ നിന്നും ബിയിലേക്കുള്ള ഈ രണ്ട് ഫംഗ്ഷൻ്റെ, അതായത് എക്സ് ലൈസ് ബിറ്റ്വീൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ടു ബി, ദെൻ ദി ഏരിയാസ് ബിറ്റ്വീൻ ദീസ് ടു കേർവ്സ് എന്ന് പറയുന്നത് ഏതാണോ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ വലിയ ഫംഗ്ഷനായിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് ഇപ്പം ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത് y is equal to g(x) എന്ന് പറഞ്ഞതും
ഇത് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ കേവ് ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ഇൻ്റർവെൽ ഇതാണ് എ ആൻഡ് ബി. ഈ രണ്ട് ഇൻ്റർവെൽസ് പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഏരിയ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത് എങ്കിൽ മുകളിലുള്ള ഫംഗ്ഷൻ ഏതാണോ അതിൽ നിന്നും താഴെ വരുന്ന കേവ് ഏതാണോ അത് മൈനസ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഈ ഒരു റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് എന്താ കിട്ടുക? റിക്വയർഡ് ഏരിയ ഇസ് ഈക്വൽ ടു റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി ഇവിടെ വലിയ ഫംഗ്ഷൻ ഏതാണ്? എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെയൊരു ഇൻ്റഗ്രലിനെ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് y ഈസ് ഈക്വൽ ടു സീക്ക് എക്സും y ഈസ് ഈക്വൽ ടു ടാൻ എക്സും ആണ്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ കേഴ്സ് ഏകദേശം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ y ഈസ് ഈക്വൽ ടു സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ അത് കോസ് എക്സിൻ്റെ റെസിപ്രോക്കലാണ്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മളോട് 0 മുതൽ π/2 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ദെർഫോർ സീക്ക് 0യും എന്ത് തന്നെയായിരിക്കും? 1 ആയിരിക്കും. ആൻഡ് ഈ 1ൽ നിന്നും π/2ലേക്ക് എത്തുമ്പോൾ, അതായത് 0യിൽ നിന്നും എക്സിൻ്റെ വാല്യൂ π/2ലേക്ക് എത്തുമ്പോൾ സീക്ക് π/2 എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്കറിയാവുന്ന ഒരു π/4 ആണ്. സീക്ക് π/4 എന്ന് വെച്ചാൽ എന്താണ് വരിക? √2 ആണ്. ദാറ്റ് മീൻസ് ഏകദേശം ഇവിടെയായും കൊണ്ട് ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഒരു കേവാണ് ഏത് വരുന്നത്? y ഈസ് ഈക്വൽ ടു സീക്ക് എക്സ് എന്ന് പറയുന്നത്. ഇനി y ഈസ് ഈക്വൽ ടു ടാൻ എക്സ് ആണെങ്കിലോ? ടാൻ 0 എന്ന് പറയുന്നത് 0 ആണ്. ടാൻ π/4 എന്ന് പറയുന്നത് ഏകദേശം 1 വരും. ടാൻ π/2 എന്ന് പറയുമ്പോഴേക്ക് അതും എങ്ങോട്ട് പോകും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഓക്കെ, ദാറ്റ് മീൻസ് ഏകദേശം ഈ ഒരു രീതിയിൽ പോകുന്ന കേവാണ് ഏത്? y ഈസ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് പറയുന്നത്. സോ നമ്മളോട് ഈ ഒരു റിക്വയർഡ് ഏരിയ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മുകളിലത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? y ഈസ് ഈക്വൽ ടു സീക്ക് എക്സ് ആണ്. സോ നമ്മുടെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? റിക്വയർഡ് ഏരിയ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 സീക്ക് എക്സ് മൈനസ് ടാൻ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇവിടെ മുകളിൽ വരുന്ന കേവ് സീക്ക് എക്സ് ആയതുകൊണ്ടാണ് ആദ്യം സീക്ക് എക്സ് എഴുതി. അപ്പോൾ സീക്ക് എക്സ് മൈനസ് ടാൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കൂ, ഇവിടുത്തെ ലിമിറ്റ്സ് 0 to π/2 വരെയാണ്. രണ്ടും ഫൈനൈറ്റ് വാല്യൂസ് ആണ്. ഇനി ഈ ഫംഗ്ഷൻ അൺബൗണ്ടഡ്നെസ് എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം. അറ്റ് π/2 എന്താണ്? സീക്ക് π/2 ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ടാൻ π/2 ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. സോ അറ്റ് π/2 ഈ ഫംഗ്ഷൻ എന്താണ്? ഇൻഫൈനൈറ്റ് ആണ്. സീക്ക് എക്സ് മൈനസ് ടാൻ എക്സ് ഈസ് ഇൻഫൈനൈറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു π/2. എക്സ് ഇസ് ഈക്വൽ ടു π/2 എന്താണ്? ഈ ഫംഗ്ഷൻ ഇൻഫൈനൈറ്റ് ആണ്. സോ ഇതെന്താണ്? ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആണ് വിത്ത് അൺബൗണ്ടഡ് ഫംഗ്ഷൻ. അൺബൗണ്ടഡ് ഫംഗ്ഷനുള്ള ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആണ് ഇത്. സോ ഇൻ്റഗ്രൽ 0 to π/2 സീക്ക് എക്സ് മൈനസ് ടാൻ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ അൺബൗണ്ടഡ് വരുന്നത് എവിടെയാണ്? അറ്റ് π/2 മാത്രമാണ്, അതായത് അപ്പർ ലിമിറ്റിൽ മാത്രമാണ്. സോ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇൻ്റഗ്രൽ 0 to π/2 മൈനസ് എപ്സിലോൺ. അപ്പർ ലിമിറ്റിലായതുകൊണ്ട് മൈനസ് എപ്സിലോൺ വരും. സീക്ക് എക്സ് മൈനസ് ടാൻ എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ടാൻ എക്സിനെ നമുക്ക് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആക്കി എഴുതാൻ പറ്റും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇൻ്റഗ്രൽ 0 to π/2 മൈനസ് എപ്സിലോൺ സീക്ക് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നമുക്കറിയാം ഇൻ്റഗ്രൽ സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ സീക്ക് എക്സ് നമ്മൾ +2 ക്ലാസ് പഠിച്ച ഇൻ്റഗ്രൽ സീക്ക് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ln ഓഫ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ആണ്. സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്.
അപ്പോൾ ഈ റിസൾട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ്റഗ്രൽ സീക്ക് എക്സ് ഡി എക്സ് എന്ന് വെച്ചാൽ ln ഓഫ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ln ഓഫ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. ഇത് ഏതിൻ്റെ ഇൻ്റഗ്രൽ ആയിട്ടേ ഉള്ളൂ? സീക്ക് എക്സിൻ്റേത്. ഇനി ഇതിൻ്റേത് കാണണം. ഇവിടെ നോക്കൂ, ഡിനോമിനേറ്ററിൽ കോസ് എക്സ് ആണ്. ഈ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അത് എവിടെയുണ്ട്? ഈ മൈനസ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലുണ്ട്. സോ ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? അതായത് നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടില്ലേ, ഇൻ്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്ററിലുള്ളത് എങ്കിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു ln ഓഫ് മോഡ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഈ മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്നതാണ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. സോ ഇവിടെ മൈനസിൻ്റെ മൈനസ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? പ്ലസ് ആകും. സോ പ്ലസ് ln കോസ് എക്സ്. എവിടെ മുതൽ ഇടം വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? 0 മുതൽ π/2 മൈനസ് എപ്സിലോൺ വരെ. സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ്, ഇനി നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ നമുക്ക് ln ഓഫ് സം ഫംഗ്ഷൻ പ്ലസ് ln ഓഫ് അനദർ ഫംഗ്ഷൻ, ദാറ്റ് മീൻസ് ലോഗ് എ പ്ലസ് ലോഗ് ബി ഫോമിലാണ്. ദർഫോർ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ലോഗ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ ഇൻറ്റു ബി ആണല്ലോ. സോ ഇതിനെ ln ഓഫ് സീക്ക് എക്സ്. സീക്ക് എക്സിനെ നമുക്ക് 1/cos x എന്ന് എഴുതാലോ. കോസ് എക്സ് പ്ലസ് ടാൻ എക്സിന് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു എന്താ വരിക? കോസ് എക്സ്. അതായത് ഈ 1/cos x പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് വെച്ചാൽ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ആണ്. ദാറ്റ് മീൻസ് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് വെച്ചാൽ ലോഗ് എ ഇൻറ്റു ബി ആണ്. 0 മുതൽ π/2 മൈനസ് എപ്സിലോൺ വരെ. സോ ഇവിടെ നോക്കൂ, ഇവിടെ 1/cos x, ഇവിടെ സൈൻ എക്സ് ബൈ കോസ് എക്സ്, രണ്ടിലും ഡിനോമിനേറ്ററിൽ കോസ് എക്സ് ഉണ്ട്. ഇവിടെ നമ്മൾ കോസ് എക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയും ചെയ്യുന്നു. സോ ഈ കോസ് എക്സും ക്യാൻസൽ ചെയ്ത് പോകും. സിമിലർലി ഇവിടെയും കോസ് എക്സ് ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ കിട്ടുള്ളൂ? ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ln ഓഫ് 1 പ്ലസ് സൈൻ എക്സ്. 0 മുതൽ π/2 മൈനസ് എപ്സിലോൺ വരെ. ദെൻ ഇനി നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ln ഓഫ് 1 പ്ലസ് സൈൻ ഓഫ് π/2 മൈനസ് എപ്സിലോൺ മൈനസ്, ഇനി ലോവർ ലിമിറ്റായ 0 കൊടുക്കണം. ദാറ്റ് മീൻസ് ln ഓഫ് 1 പ്ലസ് സൈൻ 0. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം സൈൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ ln 1 ആണ് ഉണ്ടാവുക. അതുപോലെ ഇവിടെ എപ്സിലോൺ ടെൻസ് ടു 0 കൊടുക്കുമ്പോൾ സൈൻ π/2 മൈനസ് 0, ദാറ്റ് മീൻസ് സൈൻ π/2. സൈൻ π/2ൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. സോ 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 കിട്ടും. ദാറ്റ് മീൻസ് ln ഓഫ് 2 മൈനസ് ഇവിടെ എന്താ ഉള്ളത്? ln ഓഫ് 1. ln ഓഫ് 1ൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ln 2. സോ ഇതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. ഈ ഇൻ്റഗ്രൽ, അതായത് നമ്മുടെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏരിയ എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് ln 2 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം, ഷോ ദാറ്റ് integral a to b dx by x minus a all raised to p converges if p less than 1 and diverges if p greater than or equal to 1. That means ഈ ഇൻ്റഗ്രലിൽ പിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആകുമ്പോൾ കൺവേർജ് ചെയ്യുന്നുണ്ടെന്നും അതുപോലെ പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഇത് ഡൈവേർജ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബി ആണ്. എപ്പോഴാണ് ഈ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണ്? ദാറ്റ് മീൻസ് ഡിനോമിനേറ്റർ 0 ആകുന്നത് ഏത് പോയിന്റിലാണ്? യെസ്, എക്സ് ഈസ് ഈക്വൽ ടു എ വരുമ്പോഴാണ് ഈ ഫംഗ്ഷൻ എന്താകുന്നത്? ഡിനോമിനേറ്റർ 0 വരുന്നത്. ദാറ്റ് മീൻസ് ഈ ഫംഗ്ഷൻ ഇൻഫൈനൈറ്റ് വാല്യൂസ് വരുന്നത്. സോ
ദ ഇൻ്റഗ്രൻ്റ് എന്ന് പറയുന്ന 1/x മൈനസ് എ ഓൾ റേസ് ടു പി ഈസ് ഇൻഫൈനൈറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ. എക്സ് ഇസ് ഈക്വൽ ടു എയിലാണ് ഇത് ഇൻഫൈനൈറ്റ് വരുന്നത്. സോ നമുക്ക് ഈ ഇൻ്റഗ്രലിനെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ എ ടു ബി ഡി എക്സ് ബൈ എക്സ് മൈനസ് എ ഓൾ റേസ് ടു പി വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ്, ഇവിടെ ഇൻഫൈനൈറ്റ് വരുന്ന ലോവർ ലിമിറ്റിലായതുകൊണ്ട് ഇൻ്റഗ്രൽ എ പ്ലസ് എപ്സിലോൺ ബി ഡി എക്സ് ബൈ എക്സ് മൈനസ് എ ഓൾ റേസ് ടു പി. ഇതെന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. പിയുടെ വാല്യൂസിനനുസരിച്ച് പിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്യുന്നു, പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഡൈവേർട്ട് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇപ്പം എയുടെയും ബിയുടെയും വാല്യൂ നമുക്കിവിടെ ചേഞ്ച് വരുത്താവുന്നതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റിസൾട്ടാണ്. സോ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ്, ഇവിടെ 1/x മൈനസ് എ ഓൾ റേസ് ടു പി ആണ്. ദാറ്റ് മീൻസ് 1/x മൈനസ് എ ഓൾ റേസ് ടു പിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് പി ആണ്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വിത്ത് റെസ്പെക്ട് ടു ഡി എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് പി പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് പി പ്ലസ് 1. ഈ റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ എന്ത് വരും? എക്സ് മൈനസ് എ ഓൾ റേസ് ടു മൈനസ് പി പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് പി പ്ലസ് 1. ഇവിടെ മുതൽ ഇവിടം വരെയാണ് ലിമിറ്റ്, എ പ്ലസ് എപ്സിലോൺ ടു ബി വരെ. ഇവിടെ ഡിനോമിനേറ്ററിൽ മൈനസ് പി പ്ലസ് 1 ആണ്. സോ ഇവിടെ പി എന്താവാൻ പാടില്ല? വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 1. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഈ ഇൻ്റഗ്രേഷൻ വരുള്ളൂ. ഇഫ് പി നോട്ട് ഈക്വൽ ടു 1, കാരണം പി ഈക്വൽ ടു 1 ആയ ഡിനോമിനേറ്റർ 0 ആയിട്ട് പോകും. അപ്പോൾ പി നോട്ട് ഈക്വൽ ടു 1 ആകുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ്, ഇവിടെ 1 മൈനസ് പി പ്ലസ് 1 ഉണ്ട്, അതിനെ നമുക്ക് 1 മൈനസ് പി എന്ന് എഴുതാലോ. അത് കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ നമുക്ക് ഈ ഒരു ലിമിറ്റ് കൊടുക്കുന്നതിന് പുറത്തെടുത്തു. ഇൻറ്റു, ഇനി നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. അപ്പോൾ അപ്പർ ലിമിറ്റ് ഇവിടെ ബി ആണ്. അപ്പോൾ എക്സിന് കൊടുക്കുമ്പോൾ എന്ത് വരും? ബി മൈനസ് എ ഓൾ റേസ് ടു മൈനസ് പി പ്ലസ് 1 എന്നുള്ളത് 1 മൈനസ് പി എന്ന് എഴുതാം. മൈനസ് ലോവർ ലിമിറ്റായ എ പ്ലസ് എപ്സിലോൺ കൊടുക്കുക. അപ്പോൾ ഇവിടെ എ പ്ലസ് എപ്സിലോൺ എക്സിന് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന എയും ഈ മൈനസ് എയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി ഏതേ ഉണ്ടാവുള്ളൂ? എപ്സിലോണേ ഉണ്ടാവുള്ളൂ. ദാറ്റ് മീൻസ് എപ്സിലോൺ റേസ് ടു 1 മൈനസ് പി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ലിമിറ്റ് പോകുന്ന ഏതിന് മാത്രമാണ്? എപ്സിലോണിനാണ്. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം എന്താണ്? ഫൈനൈറ്റ് ആണ്. 1/1 മൈനസ് പി, ബി മൈനസ് എ ഓൾ റേസ് ടു 1 മൈനസ് പി, ഇതെല്ലാം ഫൈനൈറ്റ് വാല്യൂസ് ആണ്. സോ ഇതിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ നമ്മുടെ ഫങ്ഷൻസ് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ ഡൈവേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നോക്കാം. ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എപ്സിലോൺ റേസ് ടു 1 മൈനസ് പി വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് പിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആകുമ്പോൾ എന്താകും നോക്കണം. അതുപോലെ പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ. ഇങ്ങനെ രണ്ട് കേസസ് ആണുള്ളത്. ഇവിടെ പി നോട്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു. സോ പിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആവാം, പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവാം. അപ്പോൾ ഈ രണ്ട് കേസിലും ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എപ്സിലോൺ റേസ് ടു 1 മൈനസ് പിയുടെ വാല്യൂ എന്താണെന്ന് നോക്കണം. പി ലെസ് ദാൻ 1 ആകുമ്പോൾ 1 മൈനസ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എപ്സിലോൺ റേസ് ടു 1 മൈനസ് പി എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുക? എപ്സിലോണിന് 0 കൊടുക്കുമ്പോൾ 0 റേസ് ടു സം പോസിറ്റീവ് വാല്യൂ, ദാറ്റ് മീൻസ് 0 എന്ന് കിട്ടും. ഇഫ് പി ലെസ് ദാൻ 1 ആകുമ്പോൾ ഈ ലിമിറ്റ് 0 കിട്ടും. ഇനി ഇഫ് പി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 1 മൈനസ് പി എന്താണ്? നെഗറ്റീവാണ് കിട്ടുക, അല്ലേ? പി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ 1 മൈനസ് പി നെഗറ്റീവ്. ദാറ്റ് മീൻസ് എപ്സിലോൺ റേസ് ടു 1 മൈനസ് പി എന്ന് പറഞ്ഞാൽ ഇത് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 എപ്സിലോൺ റേസ് ടു എന്ന് പറഞ്ഞിട്ടല്ലേ സം പോസിറ്റീവ് വാല്യൂ ഇവിടെ വരിക, അല്ലേ? 1 എപ്സിലോൺ റേസ് ടു. സോ നമ്മൾ എപ്സിലോൺ ടെൻസ് ടു 0 കൊടുക്കുമ്പോൾ അതെന്തായിട്ട് മാറും? 1/0 ഫോമിലേക്ക് പോവുമല്ലോ. സോ അത് ഇൻഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി. So if p greater than 1, this limit is infinity, and if p less than 1, this limit is 0. So therefore
നമ്മുടെ ഇൻ്റഗ്രൽ എന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ 1/x-a all raised to p. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? a മുതൽ b വരെ. dx is equal to എന്ത് വരും? p less than 1 ആണെങ്കിൽ, if p less than 1 ആണെങ്കിൽ ഈ ലിമിറ്റ് 0 ആക്കും. സോ ഈ ടേം ഉണ്ടാവില്ല, ഈ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. 1/1 മൈനസ് p ഇൻറ്റു b മൈനസ് എ ഓൾ റേസ് ടു 1 മൈനസ് p. ഇഫ് p ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴോ ഈ ഒരു ലിമിറ്റ് ഇൻഫിനിറ്റി വരും. ദെർഫോർ ഈ ഇൻ്റഗ്രലും എന്ത് തന്നെ ആയിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹെൻസ് integral a to b dx by x minus a all raised to p is convergent. എപ്പോഴാണ് നമുക്കിവിടെ ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നത്? ഇഫ് പി ലെസ് ദാൻ 1 ആകുമ്പോഴാണ് ഈ ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നത്. സോ ഈസ് കൺവേർജൻറ്റ് ഇഫ് പി ലെസ് ദാൻ 1 ആൻഡ് ഈസ് ഡൈവേർജൻറ്റ് ഇഫ് പി ഗ്രേറ്റർ ദാൻ 1. പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ നമുക്കിവിടെ ഇൻഫിനിറ്റിയാണ് കിട്ടുന്നത്. സോ ദിസ് ഇൻ്റഗ്രൽ ഈസ് ഡൈവേർജൻറ്റ്. ഇനി അറ്റ് പി ഇസ് ഈക്വൽ ടു 1ൽ എന്താണ് വരുന്നത് എന്ന് നോക്കണം. അപ്പോൾ വെൻ പി ഇസ് ഈക്വൽ ടു 1 ഇൻ്റഗ്രൽ എ ടു ബി ഡി എക്സ് ബൈ എക്സ് മൈനസ് എ ഓൾ റേസ് ടു പി ഇസ് ഈക്വൽ ടു, പിക്ക് 1 കൊടുക്കുമ്പോൾ ഇത് എന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ എ ടു ബി ഡി എക്സ് ബൈ എക്സ് മൈനസ് എ. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഫംഗ്ഷൻ അൺബൗണ്ടഡ് വരുന്നത്. സോ ഇതിനെ എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇൻ്റഗ്രൽ എ പ്ലസ് എപ്സിലോൺ ടു ബി ഡി എക്സ് ബൈ എക്സ് മൈനസ് എ. ദെൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 1/x മൈനസ് എ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എന്താ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് 1/x മൈനസ് എനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? നമുക്കറിയാം 1/xൻ്റെ ഇൻ്റഗ്രൽ എന്താ? ഇൻ്റഗ്രൽ ഓഫ് 1/x ഈസ് ln x. സോ ഇൻ്റഗ്രൽ ഓഫ് 1/x മൈനസ് എ വേർ എ ഈസ് കോൺസ്റ്റൻറ്റ്, അതും എന്ത് തന്നെയായിരിക്കും? ln ഓഫ് x മൈനസ് എ. ലിമിറ്റ് എവിടെ മുതൽ ഇടം വരെ വരും? എ പ്ലസ് എപ്സിലോൺ ടു ബി വരെ. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് അപ്പർ ലിമിറ്റായ ബി കൊടുക്കുമ്പോൾ ln ഓഫ് ബി മൈനസ് എ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ln ഓഫ് എക്സിന് പകരം എ പ്ലസ് എപ്സിലോൺ കൊടുക്കുക. അപ്പോൾ എയും ഇവിടെയുള്ള ഈ മൈനസ് എയും ക്യാൻസൽ ചെയ്യും, എപ്സിലോൺ മാത്രമുണ്ടാവും. അപ്പോൾ ln എപ്സിലോൺ. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് 0 പ്ലസ് കൊടുക്കുമ്പോൾ ഈ ലിമിറ്റ് എപ്സിലോൺ എന്ന് പറയുന്നത് എന്താ വരും? ദാറ്റ് മീൻസ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ ലിമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്യണമെന്നില്ല. അപ്പോൾ ln ഓഫ് ബി മൈനസ് എ മൈനസ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ln എപ്സിലോൺ. ഓക്കെ, ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ln എപ്സിലോൺ, ദാറ്റ് മീൻസ് ലോഗ് 0. ഇതെന്ത് ചെയ്യുന്നില്ല? ലോഗ് 0 എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലോഗരിതമിക് ഫംഗ്ഷൻ എവിടെ മാത്രമേ ഡിഫൈൻഡ് ഉള്ളൂ? പോസിറ്റീവ് വാല്യൂസിൽ മാത്രമേ ഡിഫൈൻഡ് ഉള്ളൂ. സോ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സിൻസ് the limit on RHS does not exist, so the integral is divergent. എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? ഡൈവേർജൻ്റ് ആയി വരിക. the integral diverges at p is equal to 1. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ഇൻ്റഗ്രൽ എപ്പോഴാണ് കൺവേർജ് ചെയ്യുന്നത്? ഹെൻസ് ഇൻ്റഗ്രൽ എ ടു ബി ഡി എക്സ് ബൈ എക്സ് മൈനസ് എ ഓൾ റേസ് ടു പി കൺവേർജസ് ഇഫ് പി ലെസ് ദാൻ 1 ആൻഡ് ഡൈവേർജസ് ഇഫ് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ പിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജ് ചെയ്യും, പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഇതെന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് എയിലാണ് എന്ത് വരുന്നത്? ഫംഗ്ഷൻ അൺബൗണ്ടഡ് വരുന്നത്.
ദാറ്റ് മീൻസ് ഫംഗ്ഷൻ ഇൻഫൈനൈറ്റ് വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബി അപ്പർ ലിമിറ്റിൽ ഇൻഫൈനൈറ്റ് വരുന്നത് വരാം. അപ്പോൾ അതുപോലെ ഈ അപ്പർ ലിമിറ്റിൽ ഇൻഫൈനൈറ്റ് വരുന്നത് നമുക്കൊരു റിമാർക്കായിട്ട് പറയാം. റിമാർക്ക് ഇൻ്റഗ്രൽ എ ടു ബി ഡി എക്സ് ബൈ ബി മൈനസ് എക്സ് ഓൾ റേസ് ടു പി. അപ്പർ ലിമിറ്റ് വരുമ്പോൾ നമുക്ക് ഇവിടെ എന്തായും, നേരത്തെ എക്സ് മൈനസ് എ ആയിരുന്നു, അപ്പർ ലിമിറ്റ് വരുമ്പോൾ അത് ബി മൈനസ് എക്സ് എന്നായിട്ട് മാറും. കൺവേർജസ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൺവേർജസ് ഇഫ് പി ലെസ് ദാൻ 1 ആൻഡ് ഡൈവേർജസ് ഇഫ് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നേരത്തെ ചെയ്ത സെയിം പ്രോബ്ലം മാതിരി നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ അപ്പർ ലിമിറ്റിലാണ് ഫംഗ്ഷൻ അൺബൗണ്ടഡ് വരുന്നത് എന്ന് മാത്രം. അപ്പോൾ അപ്പർ ലിമിറ്റിലായാലും ലോവർ ലിമിറ്റിലായാലും ഇഫ് പി ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജ് ചെയ്യും, ഇഫ് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും. വെൻ ദ ഇൻ്റഗ്രൻറ്റ് ഈസ് 1/b മൈനസ് എക്സ് ഓൾ റേസ് ടു പി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോമിൽ ആണെങ്കിൽ. ഓക്കെ, ഈ ഒരു ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല ഇൻ്റഗ്രേഷൻ്റെയും റിസൾട്ട് നേരിട്ട് തന്നെ പറയാവുന്നതാണ്. അതായത് കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ എന്നുള്ളത്. അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻ്റഗ്രൽ 1 to 5 dx by 5 minus x all raised to 3. ഇവിടെ പിയുടെ വാല്യൂ എന്താണ്? 3 ആണ്. ഇവിടെ നമുക്ക് അപ്പർ ലിമിറ്റിലാണ് പറഞ്ഞിരിക്കുന്നത് 5 മൈനസ് എക്സ്. അപ്പർ ലിമിറ്റിലാണ് ഫംഗ്ഷൻ അൺബൗണ്ടഡ് വരുന്നത്. അപ്പോൾ പിയുടെ വാല്യൂ ഇവിടെ ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ ഈ ഇൻ്റഗ്രൽ എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. ഈസ് ഡൈവേർജസ്. കാരണം എന്താണ്? സിൻസ് P is equal to 3 which is greater than or equal to 1. പിയുടെ വാല്യൂ 3 ആണ്, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് പ്രീവിയസ് റിസൾട്ട് പ്രകാരം നമുക്ക് എന്ത് പറയാം? ഈ ഇൻ്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് 0.5 ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ 1 to 5 dx by 5 minus x all raised to 1/2 ആയിരുന്നു എങ്കിൽ ഈ ഇൻ്റഗ്രൽ എന്ത് ചെയ്യും? ഈസ് കൺവേർജസ്. കൺവേർജ് ആണ് ചെയ്യുക, ഡൈവേർജ് അല്ല, കൺവേർജസ്. കാരണം എന്താണ്? സിൻസ് പി ഇസ് ഈക്വൽ ടു 1/2 വിച്ച് ഈസ് ലെസ് ദാൻ 1. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്തിട്ട് പറയാൻ പറ്റും. സോ ഇന്നത്തെ ഈ 3 പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.